ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കണം. ഇപ്പം മഴ ഭയങ്കര കൂടുതലായ കാരണം എല്ലായിടത്തും മഴ പെയ്തിട്ട് വെള്ളപ്പൊക്കവും അതുപോലെ ഉരുൾപൊട്ടലൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഭാഗങ്ങളിലും ചിലയിടങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വയനാട്ടിലൊക്കെ കണ്ടില്ലേ ഉരുൾപൊട്ടിയിട്ട് എത്ര കുടുംബങ്ങളാണ് പോയിരിക്കുന്നത്. ഈ മഴക്കാലം ആകുമ്പോൾ അതങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കാണുമ്പോൾ തന്നെ. അപ്പോൾ അത് അനുഭവിച്ചവരുടെ കാര്യം നമുക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അത്രയും ബുദ്ധിമുട്ടും വിഷമമൊക്കെ ആയിരിക്കില്ലേ. കണ്ണിന് മുമ്പിൽ കൂടെ അവനവൻ്റെ ആൾക്കാരിങ്ങനെ ഒഴുകിപ്പോണെന്ന് പറയുമ്പോൾ അതിൽ പരം വേദന നമുക്ക് വേറൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ മഴ നല്ല പെയ്ത കാരണം ഇന്ന് സ്കൂളൊന്നും ഇല്ല കേട്ടോ, ലീവ് തന്നെ ആയിരുന്നു. നമ്മളിരിക്കുന്ന ഭാഗത്തുനിന്ന് വെള്ളം കയറി അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിൻ്റെ അവിടെ ഒരു തോടൊക്കെ ഉണ്ട്. അവിടെയൊക്കെ എപ്പോഴും നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്തും ഇതുപോലെ മഴ പെയ്ത തോടിങ്ങനെ കവിഞ്ഞൊഴുകാറൊക്കെ ഉണ്ട്. ഇപ്രാവശ്യം നല്ല പോലെ കവിഞ്ഞൊഴുകിയിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ വീട്ടിലേക്കൊന്നും വെള്ളം കയറില്ല, പക്ഷെ എന്നാലും പാടത്തിൻ്റെ അവിടെയൊക്കെ വെള്ളം ഇങ്ങനെ കയറിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ഭാഗത്തായിട്ട് ഓരോരോ വീഡിയോ ആൾക്കാരിങ്ങനെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അവിടെയും ഇവിടെയൊക്കെ അങ്ങനെ വെള്ളം കയറിയിട്ട് നമ്മുടെ പാലക്കാട് തന്നെ ഒരുപാട് സ്ഥലത്ത് വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഭാഗത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇരിക്കുന്ന അവിടെ നിന്ന് താഴത്തേക്ക് റോഡ് കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ അമ്പലം കാണിച്ചു തന്നില്ലേ, അമ്പലം അതിൻ്റെ അപ്പുറത്താണ് കേട്ടോ പുഴ. പക്ഷേ ആ പുഴയിൽ നിന്ന് ഇങ്ങോട്ട് കവിഞ്ഞ് കയറിയിട്ടൊന്നുമില്ല. അതെപ്പോഴും അങ്ങനെ കവിഞ്ഞ് ഇങ്ങോട്ടൊന്നും കയറാറില്ല കേട്ടോ. നമ്മുടെ ആ ഭാഗത്തൊക്കെയാണ് അടുത്തുള്ള വീടുകളിൽ ചിലപ്പോൾ ഇങ്ങനെ നല്ല മഴയുള്ളുമ്പോൾ കയറാറുള്ളത് കേട്ടോ. നമുക്ക് പിന്നെ അങ്ങനെ വെള്ളം കയറുന്ന പ്രശ്നമൊന്നുമില്ല. അപ്പോൾ മഴയും നല്ല തണുപ്പൊക്കെ ആയ കാരണം തന്നെ ഇന്ന് മെല്ലെയാണ് കേട്ടോ എണീറ്റുണ്ടായിരുന്നത്. പിന്നെ ആർക്കും പോവും വേണ്ട. അതുകൊണ്ട് പിന്നെ നേരം വെളുക്കുമ്പോഴേ നല്ല മഴ തന്നെയാണ്, നേരം വെളുത്തിട്ടും നല്ല മഴ തന്നെയാണ് കേട്ടോ. അപ്പോൾ രാത്രിയൊക്കെ നല്ല പോലെ മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം മെല്ലെ തന്നെയാണ് കേട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണീറ്റ് കുളി കഴിഞ്ഞ് വിളക്കെല്ലാം വെച്ച് പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താ പറഞ്ഞാൽ രാവിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്കിന്നൊരു സ്പെഷ്യൽ റെസിപ്പി കാണിച്ചു തരാൻ പറഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റായി ചെയ്ത് വെക്കുമ്പോഴേക്കുമാണ് നമ്മുടെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ചെയ്തെടുക്കാനേ പറ്റിയില്ല. അപ്പം ഞാൻ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു കേട്ടോ, കറണ്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ കറണ്ടിന് നോക്കുമ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ട് കാണാണ്ടായപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റിക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുറേ നേരം കൂടെ കഴിഞ്ഞിട്ടേ വരുള്ളൂ, എവിടെ പോസ്റ്റ് പൊട്ടി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിയെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ഉള്ളിയൊക്കെ വഴറ്റാനിട്ടോ അതൊന്ന് വഴൻ്റെ ഒരു വിധമല്ല ഉള്ളിയിട്ട് 2 വഴറ്റുമ്പോഴേക്കും തന്നെ കറണ്ട് വന്നു. അത് കഴിഞ്ഞ് വീണ്ടും കറണ്ട് പോയിട്ടോ. അപ്പോൾ ഞാൻ ഉള്ളി നല്ലോണം വഴറ്റിയെടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കുമ്പോൾ കറണ്ട് വന്നതേ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ കഴിക്കാൻ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് കറി വെക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ മുട്ട കൊണ്ട് സാലന വെക്കാൻ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, കറണ്ട് വരെ ഇനി സമയമാകും എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ എല്ലാവർക്കും വയ്യേനും കുട്ടികൾക്കൊക്കെ ചെറിയ ജലദോഷവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അവർക്ക് നേരത്തിന് ഭക്ഷണം കൊടുക്കണമല്ലോ. അപ്പം ഞാൻ കറണ്ട് കാത്തിരിക്കുന്നിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് ഞാൻ ആ സൈഡ് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഈ സൈഡ് നമ്മുടെ ഉള്ളിയൊക്കെ വഴറ്റി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് നല്ല ടേസ്റ്റായിട്ട് സാലന വെക്കുന്നത് കാണിച്ചു തരാൻ വിചാരിച്ചാണ്. പക്ഷേ അതിൽ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ അരച്ച് ചേർക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കറണ്ടില്ലാത്തത് കൊണ്ട് അതൊന്നും അരച്ച് ചേർത്ത് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിന് ഞാൻ ആ സമയത്ത് നല്ല കറണ്ട് ഉണ്ടായിരുന്നപ്പോൾ കുറച്ച് പുതിനയും മല്ലിത്തലയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങാനായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. മഴയാണെങ്കിൽ സാരില്ല നമുക്ക് വെക്കുക പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം വാങ്ങിയിട്ട് വരുമ്പോഴേക്കാണ് ഇങ്ങനെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്താ പറയുക കറണ്ടിന് കുറേ വെയിറ്റ് ചെയ്തു കേട്ടോ. പക്ഷേ കറണ്ട് വന്നതേ ഇല്ല. ഇനിയിപ്പോൾ നിന്നിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് ഫോണിൻ്റെ വെളിച്ചത്തിലാണ് കേട്ടോ നമ്മളിപ്പോൾ ബാക്കി കുക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ നമ്മുടെ ഉള്ളിയും തക്കാളി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നന്നായി വഴറ്റിയെടുത്ത് അതിനെ കൊണ്ട് തന്നെ നമ്മൾ സാലന ആയതുകൊണ്ട് കുറച്ച് എണ്ണയൊക്കെ അധികം ഒഴിച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ അരച്ച് ചേർക്കേണ്ട സാധനങ്ങൾ അരച്ച് ചേർക്കാത്ത കാരണം കൊണ്ട് തന്നെ അത് പെർഫെക്റ്റ് ഒരു സാലന ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ ഇനിയൊരു ദിവസം നല്ല സൂപ്പറായി തന്നെ കാണിച്ചു തരാം. ഇതിപ്പോൾ ശരിക്കും പറയുമ്പോൾ നമ്മുടെ മുട്ടക്കറി പോലെ ആയി കേട്ടോ. അപ്പോൾ അതാണ് ഉണ്ടായത് സംഗതി. അങ്ങനെ ഞാൻ വേഗം തന്നെ രണ്ടും ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ്. ഇപ്പോൾ തന്നെ നേരം 8-8:30 ആകാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ മെല്ലെ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം കറണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ കുറച്ച് സമയമൊക്കെ പോയി. അപ്പോൾ പിന്നെ അതിനൊന്നും നിന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച്
നമ്മൾ വേഗം തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതാകുമ്പോഴും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വേഗം തന്നെ നമ്മുടെ കറിയും ചപ്പാത്തിയൊക്കെ റെഡിയാക്കി എടുത്തു കേട്ടോ. അങ്ങനെ റെഡിയാക്കി എടുക്കുന്ന സമയം കൊണ്ട് തന്നെ പുറത്ത് മഴയൊക്കെ ഉണ്ട് കേട്ടോ. മഴയ്ക്ക് ഒരു കുറവൊന്നുമില്ല, നല്ല മഴയില്ലെങ്കിൽ എന്നാലും മഴ പാറ്റിക്കൊണ്ടേ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറണ്ടും വേറെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ കറണ്ട് വന്നും പോയി അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മഴക്കാലമായ കറണ്ട് പോക്കും അതുപോലെ വെള്ളപ്പൊക്കവും എല്ലാം ആയിട്ടൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ. വേനൽക്കാലമാകുമ്പോൾ ചൂടടിച്ചിട്ടായി, മഴക്കാലമാകുമ്പോൾ ഇങ്ങനൊരു പ്രശ്നമായി. അങ്ങനെ പിന്നെ നമ്മൾ വേഗം തന്നെ നമ്മുടെ കറിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. ഈ സമയം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ പിന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഏതായാലും ഇങ്ങനെ നമുക്ക് പറഞ്ഞിട്ട് അത് ശരിയാവില്ല. അപ്പോൾ നമ്മൾ കറിയൊക്കെ ആയി വെളിയിൽ വന്ന് നോക്കുമ്പോൾ വെളിയിൽ നല്ല വെളിച്ചമുണ്ട് കേട്ടോ. മഴ പാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും പുറത്ത് നല്ല വെളിച്ചമുണ്ട്. പക്ഷേ നമ്മുടെ അടുക്കളയിൽ തീരെ വെളിച്ചമുണ്ടാവില്ല കേട്ടോ. അവിടെ അപ്പുറത്ത് ഷീറ്റൊക്കെ ഇട്ട കാരണം ഇങ്ങനെയാണ് ശരിക്കും പറയുന്നത് നമ്മുടെ അടുക്കള. ഇത് ഞാൻ മൊബൈലിൻ്റെ വെളിച്ചത്തിലാണ് കേട്ടോ പിന്നെ ഈ കാണിക്കുന്നതൊക്കെ. അപ്പോൾ ലാസ്റ്റ് ഒരു മാവുണ്ടായിരുന്നു, അത് നമ്മുടെ അക്ഷയ ചപ്പാത്തി ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് അവളെ പരത്തി അവളെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ശരിയെന്നും പറഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ റൗലിയും താഴെയുണ്ട്. അങ്ങനെ നമ്മൾ അക്ഷയും ആ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ വേഗം തന്നെ കഴിക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ട്, ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ മൊത്തത്തിൽ കറണ്ട് ഇതുവരെയും വരാണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നമ്മൾ കുക്ക് ചെയ്തിട്ട് കാര്യമില്ല, ഇന്നത്തെ വീഡിയോ ഇങ്ങനെ നിർത്താമെന്ന് വിചാരിച്ച് ഇരിക്കുകയായിരുന്നു കേട്ടോ. നമ്മൾ ഇലക്ട്രിസിറ്റിക്ക് വിളിച്ചപ്പോൾ അവർ കറണ്ട് ഇപ്പൊന്നും വരില്ല എന്നും പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വീഡിയോ എടുത്തിട്ടും കാര്യമില്ല എന്നും പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു കേട്ടോ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ശരി എന്നാൽ പിന്നെ വീഡിയോ എടുത്ത് കളയാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കറണ്ടില്ലാത്തതുകൊണ്ട് നമ്മുടെ അടുക്കള വൃത്തിയാക്കാൻ നിൽക്കാണ്ടാണ് എന്താ പറയുക കഴിക്കാൻ പോയത് കേട്ടോ. ഇപ്പം ഞാൻ കാണിച്ചു തന്നെ എന്താ പറയുക, നമ്മുടെ സാലനയ്ക്ക് വേണ്ടിയുള്ള അരപ്പൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കറണ്ട് വന്നാൽ അരയ്ക്കാൻ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് കറണ്ട് വന്നത്. അതുകൊണ്ട് പിന്നെ നമ്മൾ അതൊന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഇത് അരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് ഒഴിച്ച് മാറ്റി എടുക്കുകയാണ്. എന്നിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അടുക്കള ചെറുതായിട്ട് തന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. പിന്നെ വാങ്ങിയിട്ട് വന്ന മല്ലിത്തലയും എന്താ പറയുക പുതിനയിലൊക്കെ ഉണ്ട്, അതിൻ്റെ വേരെല്ലാം കളഞ്ഞ് അതൊക്കെ ഒന്ന് ക്ലീനാക്കി അതെല്ലാം ഒരു പാത്രത്തിലാക്കി വെച്ചു കേട്ടോ. അപ്പോൾ കറണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ അവിടെ പണി ഭയങ്കര സ്ലോ ആയിട്ടേ നടക്കുള്ളൂ. എന്താ പറഞ്ഞാൽ കണ്ണ് തീരെ കാണില്ല കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിലൊരു ബൾബൊക്കെ ഉണ്ടായിരുന്നു, അത് കേട് വന്ന് പോയിട്ടോ. പിന്നെ അങ്ങനത്തെ ബൾബ് അങ്ങനത്തെയാണ് ഇവർ 2 വാങ്ങിയിട്ട് വന്നു കേട്ടോ. പക്ഷെ അതിൽ ചാർജൊന്നും നിൽക്കില്ല, അത് കറണ്ട് പോയി കഴിഞ്ഞാൽ ഓഫ് തന്നെയാണ്, ഓൺ ആവാറേ ഇല്ല കേട്ടോ. ആദ്യം വാങ്ങിയിട്ടുണ്ടാകുന്ന ബൾബ് അങ്ങനെയല്ല, കറണ്ട് പോയാൽ അത് കത്തുമായിരുന്നു. ഇപ്പോൾ 2 പ്രാവശ്യം വാങ്ങിയിട്ടുള്ള ബൾബും കത്തുന്നില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് കറണ്ട് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് അതിന് ശേഷം താഴെയൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. എന്താ പറഞ്ഞാൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയ കാരണം കൊണ്ട് തന്നെ പൊടിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ വേഗം തന്നെ എല്ലാവിടെയും ഒന്ന് അടിച്ചെടുത്തു കേട്ടോ. ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ ചോറ് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇവർക്ക് കഞ്ഞി കുടിക്കണമെങ്കിൽ ആയിക്കോട്ടെ പറഞ്ഞു. അപ്പോൾ ചോദിച്ചപ്പോൾ ഇവർക്ക് ആർക്കും കഞ്ഞി വേണ്ട, ചപ്പാത്തി മതി പറഞ്ഞു കേട്ടോ. അപ്പം എന്നാൽ ശരി ചപ്പാത്തിയും സാലനയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ചോറ് ആദ്യം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അത് നമുക്ക് ഉണ്ണുന്ന സമയത്ത് വാർത്തെടുത്താൽ മതി. അങ്ങനെ ഞാൻ കുറച്ച് പരിപ്പ് വേകാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ വാഴക്കൂമ്പ് കേട്ടോ, അത് നമ്മൾ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അത് വൃത്തിയാക്കി എടുക്കാൻ ചെറിയൊരു പണിയാണ്, എന്നാലും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഓരോരോ എടുത്തിട്ട് അതിൻ്റെ നാരെല്ലാം കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷം അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു കറിയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ മൺചട്ടി വെച്ച് കൊടുത്ത് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് കടുക് ചേർത്ത് കൊടുത്ത് കുറച്ച് ജീരകം ചേർത്ത് കൊടുത്ത് 3-4 വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചെറുതായി വാടി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ വാഴക്കൂമ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ചേർത്ത് കൊടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ നമ്മുടെ വാഴക്കൂമ്പ് നമുക്ക് മുറിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വേഗത്തിൽ തന്നെ വഴണ്ടി വന്നപ്പോൾ മുറിച്ചത് വേഗം ചേർത്ത് കൊടുത്തതാണ്. പിന്നെ അതിലേക്ക് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ബാക്കിയുള്ള വാഴക്കൂമ്പ് കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ചെറുതായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു 1/2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുളക് പൊടിയുടെ പച്ചമണം കൂടെ ഒന്ന് മാറി വന്നതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്.
നമ്മുടെ വാഴക്കൂമ്പ് വെന്ത് വരാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ വെള്ളവും കൂടെ ചേർത്ത് ഇത് നന്നായി തന്നെ നമ്മുടെ വാഴക്കൂമ്പ് വെന്ത് വരട്ടെ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ തിളച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ തിളച്ചിട്ടാണ് എപ്പോഴും ചേർത്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ തിളച്ചപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ വാഴക്കൂമ്പ് നന്നായി തന്നെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഇപ്പം നമ്മുടെ വാഴക്കൂമ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് പരിപ്പ് വേവിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് നമ്മുടെ കുക്കർ കഴുകിയിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സാമ്പാർ പരിപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. സാമ്പാർ പരിപ്പ് കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ പരിപ്പും അതുപോലെ നമ്മുടെ വാഴക്കൂമ്പും കൂടെ നന്നായി തന്നെ തിളച്ച് മിക്സായിട്ട് വരണം കേട്ടോ. ഇപ്പം നമ്മുടെ വാഴക്കൂമ്പും പരിപ്പും കൂടെ നന്നായി തന്നെ തിളച്ച് മിക്സായി വന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പച്ചത്തേങ്ങയാണ് കേട്ടോ, അരയ്ക്കാത്ത പച്ചത്തേങ്ങ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തിട്ട് ഇനി നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. എന്താ പറയുക, നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. എന്നിട്ട് അതിൻ്റെ പാലൊക്കെ ഒന്ന് ഇറങ്ങി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ കറി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് തിളപ്പിക്കാൻ വിടുന്നുണ്ട്. അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് തിളച്ചതിന് ശേഷം നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചേർക്കാനില്ല, കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്ത കാരണമാണ്. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇരിക്കുമ്പോൾ ഒന്നുകൂടെ കട്ടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ എരിവൊക്കെ കുറവുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കുക, മുളക് പൊടി ചേർക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കറി റെഡി ആയിട്ടുണ്ട്. ഞാനപ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ വേഗം തന്നെ ചീനിച്ചട്ടി വെച്ച് നമ്മൾ വറ്റൽ വറുത്തെടുക്കുന്നുണ്ട്. നമ്മുടെ ഉണ്ണിത്തണ്ട് വറ്റലാണ് കേട്ടോ. അപ്പോൾ ഈ വറ്റൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാണ്, നമ്മൾ ഉണ്ടാക്കിയതല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചീനിച്ചട്ടി വെച്ച് വറ്റൽ വറുത്ത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതേ ചീനിച്ചട്ടിയിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക്, ജീരകം, വെന്തയം, 3-4 ചെറിയുള്ളി അരിഞ്ഞതുകൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്ത് അതിലേക്ക് നമ്മൾ അടിച്ചിട്ട് വന്നിട്ടുള്ള നമ്മുടെ തൈര് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് നന്നായി ചൂടാതിന് ശേഷം അത് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേ ചീനിച്ചിട്ട് തന്നെ കഴുകിയതിന് ശേഷം നമ്മൾ എണ്ണ ചേർത്ത് കടുക് ചേർത്ത് ചെറിയുള്ളി ചേർത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് അതിൻ്റെ പച്ചമണം നന്നായി മാറി വന്നതിന് ശേഷം നമ്മുടെ പയറും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് ചെറിയ തീ കിടന്നിട്ട് നന്നായി തന്നെ വെന്ത് വരട്ടെ. അപ്പം ഞാൻ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചക്കലത്തെ കറികൾ. അപ്പം നമ്മുടെ മോര് കൂട്ടാനും അതുപോലെ നമ്മുടെ വാഴക്കൂട്ടാനല്ല വാഴക്കൂമ്പ് കൂട്ടാനും കൂടെ ചേർന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മോര് കാച്ചിയതിൽ ഇതുകൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിക്കണേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള ഉച്ചയൂണ് റെഡി ആയിട്ടുണ്ട്. മോര് കാച്ചിയത്, വാഴക്കൂമ്പ് കൂട്ടാൻ, അതുപോലെ ഉപ്പേരി, വറ്റൽ വറുത്തത്, ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും അതുപോലെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ ഉച്ചക്ക് 12:15 പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.